അതും 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായി. ഇത് വിമാനത്താവളത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ്. ഇത് ഏത് ഭാഗത്തായിട്ടാണ് വരിക? തീർച്ചയായും എയർപോർട്ട് കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ അന്ന കഫേ എന്ന ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. അതിൽ ഡൊമസ്റ്റിക് ആഭ്യന്തര വിമാന ടെർമിനലിൻ്റെ അറൈവലിൻ്റെ തന്നെ സമീപത്തായിട്ടാണ് ഈ ഒരു അന്ന കഫേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായതും ഇവർ ഈ പാസഞ്ചറായിട്ടുള്ള ഈ രാജസ്ഥാൻ സ്വദേശികൾ അവർ വിമാനമാർഗം കേരളത്തിൽ വന്നിറങ്ങി പുറത്ത് ഭക്ഷണം കഴിക്കാൻ ഈ അന്ന കഫേയിൽ അവർ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് ഈ കുട്ടിയെ കാണാനാകുന്നത്. നമുക്ക് പല കുറി നമ്മൾ ഈ വാർത്തകളിലെല്ലാം എയർപോർട്ടിൻ്റെ പുതിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ വലിയ വാർത്തയാകുന്നതും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതെല്ലാം വലിയ വാർത്തയാകുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു എയർപോർട്ടിൽ ഇങ്ങനൊരു നിർമ്മാണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പണി പൂർത്തിയായ ഈ ഹോട്ടലിൻ്റെ സമീപത്ത് ഇങ്ങനൊരു മാലിന്യക്കുഴി, അപ്പോൾ ആ കുട്ടിയുടെ മൃതദേഹം മാറ്റുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. ആശുപത്രി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ സങ്കടകരമായ ദൃശ്യങ്ങളാണ് അങ്കമാലിയിലെ ആശുപത്രിയിൽ നമ്മൾ കാണുന്നത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള റിദാൻ ജജു എന്ന കുഞ്ഞിനാണ് സിയാൽ വിമാനത്താവളത്തിലെ റെസ്റ്റോറൻറ്റിന് ചേർന്നുള്ള മാലിന്യക്കുഴിയിൽ വീണ ജീവൻ നഷ്ടമായത്. ആദ്യം കുറച്ച് മിനിറ്റുകൾ ഒരുപക്ഷെ ആ ക്രൂഷ്യലായ സമയം അവർ കാണാതെ പോയതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടിരുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കുഞ്ഞ് കളിക്കുന്നതിനിടെ പെട്ടെന്ന് ആ പൂക്കളൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് പോയതാകാം. അവിടെ ആ മാലിന്യക്കുഴിയുടെ പണി നടന്നിരുന്നു എന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അധികം ദിവസങ്ങളായതുപോലെ ഇല്ല അതിൻ്റെ പണി നടന്നിട്ട്. പക്ഷെ അവർ അത് വേണ്ട രീതിയിൽ മൂടിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്